നമസ്കാരം. കുട്ടികളുള്ള വീട്ടിലൊക്കെ എന്തായാലും ഒരു കുപ്പി ടൊമാറ്റോ സോസ് എങ്കിലും ഉണ്ടാവും. കുട്ടികൾക്ക് എന്തും മുക്കി കഴിക്കാൻ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ കെച്ചപ്പ് വേണം. അപ്പോൾ പലരും ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. വളരെ സിമ്പിളാണ്. കുറച്ച് പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പിയാണ്. ഇത് ഞാൻ പഞ്ചസാര ഇല്ലാതെയാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഹെൽത്തി ആക്കാൻ പറ്റും നമുക്ക് ഈ ടൊമാറ്റോ സോസ്. ഇത് നമുക്ക് ഒരു മാസം വരെ കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ലക്ഷ്മി. പഞ്ചസാരയും മൈദയും ചേർക്കാത്ത വിഭവങ്ങളാണ് കൂടുതലും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ ഇതിലേക്ക് ഒരു കിഴി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതായത് സ്പൈസസ് വെച്ചിട്ടുള്ള ഒരു ബാഗ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം. അപ്പോൾ ഒരു ടവലെടുക്കുക. ടവലോ എന്തെങ്കിലും ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത് എടുക്കുക. ഈ സോസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ തക്കാളിയാണ് എടുക്കണത്. അപ്പോൾ അതിനുള്ള അളവാണ് ഞാൻ ഈ കിഴിയിൽ ചേർക്കുന്നത്. അപ്പോൾ 2 ഗ്രാമ്പൂ, 2 ഏലക്ക, പട്ട ഒരു ചെറിയ കഷ്ണം ചേർത്തു. ഇനി ജീരകം ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്തു. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് ചേർക്കാം, ഒരു 1/2 ടീസ്പൂൺ. ഞാൻ ചേർത്തിട്ടില്ല. അതുപോലെ വെളുത്തുള്ളി ഞാൻ ഇതിൽ തന്നെയാണ് ചേർക്കണേ. ഒരു 2 വെളുത്തുള്ളി, മീഡിയം സൈസ് വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി ഇത് ഇതുപോലെ കെട്ടിയെടുത്തിട്ട് ഒന്ന് കിഴിയാക്കി വയ്ക്കാം. അപ്പം നമ്മൾ സ്പൈസസ് നേരിട്ട് ഈ തക്കാളിയിൽ ചേർക്കുകയാണെങ്കിൽ ആ സ്പൈസസിൻ്റെ ആ കുത്ത് മുമ്പിൽ നിൽക്കും സോസിന്. അപ്പം അതിന് പകരമായിട്ടാണ് നമ്മൾ ഈ കിഴിയിൽ കെട്ടി വെക്കുന്നത്. അപ്പോൾ നമ്മൾ തക്കാളി വേവിക്കുമ്പോൾ കൂടെ ഇട്ട് വേവിച്ചിട്ട് ആ കിഴി മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ആ സ്പൈസസിൻ്റെ ആ സ്മെല്ലും വരും. ടൈറ്റായിട്ട് കെട്ടണം. അപ്പോൾ നമ്മുടെ കിഴി റെഡി ആയിട്ടുണ്ട്. ഞാൻ 1 കിലോ തക്കാളി വെച്ചിട്ടാണ് ഈ സോസ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ ഈ മുകൾ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു മീഡിയം സൈസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് നല്ലത്. വല്ലാണ്ട് ചെറുതാക്കി കട്ട് ചെയ്യണ്ട, നമ്മളിതിന് പിന്നെ അരച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഇതുപോലെ എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തക്കാളി മുഴുവൻ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുക്കർ എടുത്തിട്ട് അതിൽ വെള്ളമൊന്നും ചേർക്കണ്ട. അത് തക്കാളി ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ കിഴി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. സ്പൈസസിൻ്റെ കിഴി ഇതിൽ ചേർത്ത് കൊടുത്തു. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും വേറെ ചേർക്കേണ്ടത് ആവശ്യമില്ല. ഇനി ഇതൊരു 3 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അതിനുശേഷം നന്നായി ചൂടാറിയതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ കുക്കറിൽ ഒന്ന് വേവിച്ചിട്ട് വരാം. 3 വിസിൽ വരുന്നത് വരെ. കുക്കർ 3 വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഇത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കതിന് ഓപ്പൺ ചെയ്യാം. സ്മെല്ല് വരുന്നുണ്ട്. ഈ കിഴിയിൽ അതിൻ്റെയൊക്കെ സ്മെല്ല് വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഇതുപോലെ നമ്മുടെ ഈ കിഴി എടുത്ത് മാറ്റാം. ഇതിൽ വെള്ളം തീരെ ചേർത്തിരുന്നില്ല. തക്കാളിയിലുള്ള വെള്ളമൊക്കെ ഊർന്നു വന്നിട്ടുണ്ട്. സ്പൈസസൊക്കെ അതുപോലെ തന്നെ ഇതിൽ ചേർക്കുകയാണെങ്കിൽ ആ സ്പൈസസിൻ്റെ അരച്ചെടുത്ത് കഴിയുമ്പോൾ ആ സ്പൈസസിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് മുമ്പിലേക്ക് നിൽക്കും. അപ്പം അതുകൊണ്ടാണ് ഇതുപോലെ ഒരു കിഴിയിൽ നമ്മൾ ഇട്ട് ചേർത്ത് കൊടുത്തത്. അപ്പം അതിൻ്റെ ആ ഒരു ഫ്ലേവറും കിട്ടും, എന്നാൽ അതിൻ്റെ ആ ടേസ്റ്റ് അധികം മുമ്പിലേക്ക് നിൽക്കില്ല. ഇത് നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം ഇതിൽ ഞാൻ തീരെ വെള്ളം ചേർക്കുന്നില്ല. ഇതൊന്ന് ചൂടാറി വരട്ടെ. ഇത് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഞാനിതൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാൻ പോവാണ്. ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് അരിച്ച് ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തത് ചൂടുകട്ടിയുള്ള ഒരു പാത്രത്തിൽ ഇതുപോലെ ഗ്യാസിൽ വെക്കാം. പഞ്ചസാര ചേർക്കുന്നവർക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നത് പനങ്കൽക്കണ്ടം പൊടിച്ചതാണ്. ഇതെങ്ങനെ ചെയ്തെടുക്കുന്ന മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇത് 5 ടേബിൾ സ്പൂൺ പനങ്കൽക്കണ്ടം പൊടിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാവുമ്പോൾ നമ്മുടെ പഞ്ചസാര അതേ ടേസ്റ്റും കിട്ടും, എന്നാൽ കൂടുതൽ ഗുണവും കിട്ടും. അതുകൊണ്ടാണ് ഇത് ചേർക്കണേ. നമുക്ക് ശർക്കര എല്ലാത്തിനും പഞ്ചസാരയ്ക്ക് പകരം ചേർക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വിനീഗറാണ്. അപ്പോൾ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കണേ. അപ്പോൾ അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. പുളിയുടെ അളവും മധുരത്തിൻ്റെ അളവൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പം അത്ര എരിവൊന്നും ഉണ്ടാവില്ല, നല്ല കളറ് കിട്ടും സോസിന്. അതിന് വേണ്ടിയിട്ടാണ് ചേർക്കണേ. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിക്കായി വരണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടികട്ടിയുള്ള പാത്രത്തിൽ വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് ആയി. അപ്പോൾ അത് നമുക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ത്രീശ തിക്കായി വന്നിട്ടുണ്ട്, നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലത്തെ ഒക്കെ ഇതുപോലെ ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ മറക്കരുത്. ഇത്രയും കൂടി ഒന്ന് തിക്കായി വരണം സോസ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ആ ഒരു കൺസിസ്റ്റൻസി. ചൂടാറുമ്പോൾ ഇത്രയും കൂടി ഒന്ന് തിക്കാവും. അപ്പം നമ്മുടെ ക്വാണ്ടിറ്റീനനുസരിച്ചിരിക്കും. ഇപ്പോൾ കുറച്ചും കൂടി കൂടുതൽ തക്കാളിയൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സമയം എടുക്കും ഇതൊന്ന് വറ്റി വരാനായിട്ട്. ഞാനിപ്പോൾ ഇതിൽ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ നേരം എടുക്കും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാനായിട്ട്. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ശരിക്കും. കണ്ടില്ലേ, ബാക്കിൽ ചെറുതായിട്ട് ഒട്ട് പിടിച്ച് തുടങ്ങിയിട്ടുള്ളൂ. കുറച്ചും കൂടി ഒന്ന് ആവണം. ഇനി കുറച്ച് നേരം കൂടി കഴിയട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. സോസിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, സ്പൂണിൽ നന്നായിട്ട് കോട്ടായി നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇത് തിക്കായിട്ട് തന്നെ. ഇപ്പം നമ്മളിങ്ങനെ ഒരു വര വരച്ചാൽ കണ്ടില്ലേ, വെള്ളം ഉണ്ടാച്ചെങ്കിൽ ഇത്രയും കൂടിയും തിക്കാന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ആ വര അതുമാതിരി തന്നെ നിൽക്കുന്നുണ്ട്. അതായത് അത്രയും തിക്കായിട്ടുണ്ട്. ഇനി ഇത് തിക്കാക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എനിക്കിത് 25 മിനിറ്റാണ് എടുത്തത് ഇങ്ങനെ ഒന്ന് തിക്കായി വരാനായിട്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. എനിക്കിപ്പോൾ എല്ലാം കറക്റ്റായിട്ടാണ് തോന്നിയത്. മധുരമൊക്കെ കറക്റ്റാണ്, ഇനി കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഉപ്പ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിരുന്നു, ബാക്കിയെല്ലാം കറക്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇടയിൽ വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ടേസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആയോ എന്ന് അറിയാനായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കയ്യിലെടുത്ത് നോക്കുക. ഇത് കണ്ടില്ലേ, നന്നായിട്ട് കോട്ടാവുന്നുണ്ട് സ്പൂണിൽ. അതുപോലെ ബാക്കിൽ നോക്കുകയാണെങ്കിലും ഞാൻ നേരത്തെ കാണിച്ചിരുന്നു, ബാക്കിൽ തീരെ കോട്ടാവുണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ടില്ലേ, സ്പൂണിൻ്റെ ബാക്കിലൊക്കെ നന്നായി കോട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് ഒരു കൺസിസ്റ്റൻസി. ഒരു 20 to 25 മിനിറ്റ്സ് ഒക്കെ നോക്കുക. അപ്പോൾ ഓരോരുത്തരുടെ അടുപ്പും പാത്രം എടുക്കുന്നതിൻ്റെ ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ഇനി ഇത് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്തു വെച്ച് സൂക്ഷിക്കാം. ഇത് 1 മാസം വരെ കേടാവാതെ ഇരുന്നോളും. എടുക്കുമ്പോൾ നനവില്ലാത്ത സ്പൂൺ കൊണ്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത് തിരിച്ച് വീണ്ടും എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ 1 മാസം വരെ നമുക്ക് കേടാവാതെ സൂക്ഷിക്കാം. പഞ്ചസാര ഈ സോസിൽ ചേർത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല. കുറച്ചും കൂടി ഹെൽത്തി ആക്കാൻ പറ്റി നമ്മൾ പഞ്ചസാര ചേർക്കാത്തത് കൊണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും.
അപ്പോൾ ഇനി ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.